അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെ വിശേഷമൊക്കെ എന്തൊക്കെ? തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലേ? നിങ്ങളെ നാട്ടിലൊക്കെ പല മുന്നണികളൊക്കെ ആയിട്ട് ഭരിക്കുന്നുണ്ടാകും. ഏതായെങ്കിലും നന്മയുള്ള ആളുകളായി മാറട്ടെ അല്ലേ, ഇൻഷാ അല്ലാ. അപ്പോൾ ഏതായാലും നമ്മുടെ ഉദ്ദേശം നമ്മളും എന്ത് ചെയ്യണം, ആ സമയമാകുമ്പോൾ വോട്ട് ചെയ്യണം, നന്മയുള്ള പാർട്ടിക്കാകണം. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ ചെയ്യണതിനെ നമ്മൾ ചെയ്യണം എന്നുള്ള ചിന്താഗതി എന്നൊക്കെ മാറിയിട്ട്, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഏറ്റവും നല്ല പാർട്ടി ഏതാണ്. അങ്ങനെ രണ്ട് ലോകത്തേക്കും കാര്യം കിട്ടണം. വലിയ വലിയ മഹാന്മാരൊക്കെ മുമ്പേ നടന്ന ആളുകളൊക്കെ ഏതിനാണ് വോട്ട് ചെയ്ത് അത്തരത്തിലുള്ള ഒരു ചിഹ്നത്തിനെ തന്നെ നമ്മളും തിരഞ്ഞെടുത്ത് വിജയിപ്പിക്കണം. നമ്മളൊക്കെ ആ സമയമാകുമ്പോൾ ഇൻഷാ അല്ലാ അല്ലേ. അപ്പോൾ ഏതായാലും പോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആരവം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ ഈ ക്ലാസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഒരുപാട് കളിപ്പാട്ടങ്ങളല്ലേ, കളിപ്പാട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു, ഓരോന്നിനും ഉപയോഗം പറഞ്ഞു, അവർ ഏതൊക്കെ ആളുകൾക്കാണ് ഏതൊക്കെ കളിപ്പാട്ടം കിട്ടിയത്, ഹാമിദിന് എന്താ കിട്ടിയത്, പിന്നെ ഉള്ള വിഷയം എല്ലാം പറഞ്ഞു. പിന്നെ പൊട്ടി തകർന്ന് തരിപ്പണമായതും കുറേ പറഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് മഹമ്മൂദിൻ്റെ സിപ്പാഹിയാണുള്ളത്. അപ്പം മഹമ്മൂദിൻ്റെ അതാ പറയണേ, അബ് രഹ മിയാ മഹമ്മൂദ് കെ സിപ്പാഹി. ഇപ്പോഴുള്ളത് എന്താണ്? മഹമ്മൂദിൻ്റെ സൈന്യമാണ്. സിപ്പാഹി എന്ന് പറയുന്ന കളിപ്പാട്ടാണ് കേട്ടോ. ഉസേ ചട്പട് ഗാവോ കാ പഹ്റ ദേനെ കാ ചാർജ് മിൽ ഗയാ. അതിന് എന്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗാവ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ഗ്രാമത്തിൽ കാവൽ നിൽക്കാനുള്ള ഡ്യൂട്ടിയാണ് കിട്ടിയത്. ഗ്രാമത്തിൽ കാവൽ നിൽക്കാനുള്ള ഡ്യൂട്ടി കിട്ടി. ലേക്കിൻ പോലീസ് കാ സിപ്പായി മൈലൂമി ഷഖ്സത്തിനായി. പോലീസിന്റെ സൈന്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ഒരു മനുഷ്യന്മാരെ പോലെ ആവില്ലല്ലോ. പോലീസുകാർ പ്രത്യേകമായും ഏൽപ്പിക്കപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാ രീതിയിലുള്ള ഒരു പോലീസിനെ പോലെ ഇവിടെ കാണാൻ കഴിയൂല. ജോ അപ്പിനെ പേരാൻ വെച്ചാൽ സ്വന്തമായി കാലുകളിൽ ചലിക്കുന്ന, സ്വന്തമായി നടക്കുന്ന, അവർക്ക് എസ്കോർട്ടും മറ്റേ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഏക്ക് ടോക്കരിയായി ഒരു കുട്ട വന്നു. കുട്ടിയിലാണ് കൊണ്ടുപോകുന്നത്, മനസ്സിലായോ? അന്നത്തെ കാലത്ത് അതാണ് വലിയ വാഹനം. അപ്പോൾ സിപ്പാഹിയാണ്, സൈനാധിപനല്ലേ, അതന്നെ പോലീസുകാരൻ്റെ വലിയ ആളാണ്. അപ്പോൾ ഒരു കൊട്ട കൊണ്ടുവന്നു. ഉസ്മേ ലാൽ റംഗ് കെ പട്ടേ പുരാനെ കപ്പടെ പിച്ചാക്കർ പാലക്കി ബനായി ഗയി. അപ്പോൾ ആ കൊട്ടയിൽ എന്ത് ചെയ്തു? ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു പട്ടേ പുരാൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പഴകിയവും ദ്രവിച്ചവും വിള്ളലൊക്കെ ഉള്ള ഒരു ഡ്രസ്സ്, വസ്ത്രം, അത് പിച്ചാക്കർ വിരിച്ചിട്ട് പാലക്കി ബനായ, പല്ലക്കാക്കി മാറ്റി. പണ്ടത്തെ കാലത്ത് ഒരു വാഹനമാണ് എന്ത്? പല്ലക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ, നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ അത് കിട്ടും ഇൻഷാ അല്ലാ. അപ്പോൾ ആ ഒരു പഴയ പല്ലക്കിലാണ് കൊണ്ടുപോകുന്നത്. പല്ലക്കാക്കി മാറ്റി. ഒരു കൊട്ടയെ എന്ത് ചെയ്തോ? ഒരു പല്ലക്കാക്കി മാറ്റി. ഉസ്മേ സിപ്പാഹി സാഹിബ് ആറാം സേലേട്ടെ, അതിൽ നമ്മുടെ സിപ്പാഹി സാഹിബ് ഉഷാറായി സുഖനിദ്ര പ്രാപിച്ചു എന്ന് തന്നെ വേണേ പറയാം. കിടന്നിട്ടുള്ളൂ കേട്ടോ, ഉറങ്ങിക്കണോ ഇല്ലയെന്ന് അറിയാം. ലേട്ടനെ പറഞ്ഞാൽ കിടക്കുക. അതുപോലെ ഉഷാറായിട്ട് എന്താ ചെയ്തോ, ഏതായാലും ഇവർ സജ്ജീവായിട്ട് കൊണ്ടുപോകല്ലേ, അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, മോശമായി കൊടുക്കേണ്ട രീതിയിൽ ഉഷാറായിട്ട് അതിൽ കിടന്നു. മഹമ്മൂദിനെ ടോക്കരി ഉണ്ടായി. മഹമ്മൂദ് എന്താ ചെയ്തോ? നമ്മുടെ കൊട്ട ഉയർത്തി. മഹമ്മൂദ് എന്താ ചെയ്തോ? കൊട്ട ഉയർത്തി. ഒരു ദർവാസയൊക്കെ ചക്കർ ലഗാനിലേക്ക്, നമ്മളെ ദർവാസിൻ്റെ അടുത്ത്, വാതിലിൻ്റെ അടുത്ത് കാവൽ നിൽക്കാൻ തുടങ്ങി. മനസ്സിലാവേണ്ടി പറയണേ, മഹമ്മൂദാണ് ഇതിൻ്റെ ആള്, സിപ്പാഹിൻ്റെ ആള്. അപ്പോൾ മഹമ്മൂദ് കാവൽ നിൽക്കാൻ തുടങ്ങി. ടോക്കരി കൊണ്ട് എന്ത് ചെയ്തു? കാവൽ നിൽക്കാൻ തുടങ്ങി. ഉൻകെ ദോന ബച്ചേ ചോട്ടെ ഭായി, അദ്ദേഹത്തിനുള്ള 2 കുട്ടികൾ വന്നിട്ട് ചോനെ വാല ജാഗ്തേ രഹോ പുക്കാർത്തെ ചലത്തെ ആയി. അത് ഒരു കളിയാണ്, അവർ കളിക്കുമ്പോൾ പറയുന്ന ഒരു സംഭവമാണ്. ജാഗ്രത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. പുക്കാർത്തെ ചലത്തെ പറഞ്ഞാൽ, പുക്കാറിനാണോ വിളിക്കുക, ചലത്തെ പറഞ്ഞാൽ നടക്കുക. അപ്പോൾ പുക്കാർത്തെ ചലത്തായി വിളിച്ചു നടക്കുന്നു. ചൂനെ വാല ജാഗ്തേ രഹോ എന്ന് പറഞ്ഞിങ്ങനെ അവരെന്ത് ചെയ്യാണ്? വിളിച്ചിങ്ങനെ കൊണ്ടിരിക്കുകയാണ്. മകർ രാത്രി അന്തേര്യം വലിച്ചായേ, രാത്രി ഇരുട്ടിങ്ങനെ ആയി തുടങ്ങാണ്. ആ മകരിഭാവാൻ സമയത്ത് ചെറിയ ഇരുട്ടുണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലുണ്ടാവും, പിന്നെന്തായി കൂരിരുട്ടാവും അല്ലേ. അങ്ങനെ ആ ഒരു പ്രക്രിയ ഉണ്ട്, ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ രാത്രിയിൽ ഇരുട്ടങ്ങനെ ആവാൻ തുടങ്ങി. മഹമ്മൂദ് കോ ടോക്കർ ലഗ് ജാത്തി ഹേ. മഹമ്മൂദ് എന്ത് ചെയ്യുന്നു? അടിതെറ്റി വീഴുന്നു. മനസ്സിലാവുണ്ടോ?
കാല് തട്ടിക്കാണ്ട് വീഴുന്നു ആണ് ടോക്കർ ലഗ് ജാത്തി പറഞ്ഞ ടോക്കരി ഉസ്കെ ഹാസെ ചോട് കർ ഗിർ പടുത്തേ. അപ്പോൾ നമ്മുടെ ഈ കുട്ട അല്ലേ, കുട്ട എന്ത് ചെയ്യുന്നു, അത് അവൻ്റെ കയ്യിൽ നിന്നും ചോട്ട് കർ സ്വതന്ത്രമായിട്ട് ഗിർപടുത്തി ഹൈ ഭൂമിയിൽ ആ പതിക്കുന്നു, നിലത്ത് പതിക്കുന്നു എന്നർത്ഥം. നിലത്തേക്ക് വീണോ കൊട്ടൈ. എന്താ ചെയ്യാ, ഓർ മിയാ സിപ്പാഹി ബുന്ദൂക്കിലിയേ, ഈ ബുന്ദൂക്കൊക്കെ ഉള്ള ഈ മിയാ സിപ്പാഹി ഉണ്ടല്ലോ, സെമീൻ പർ ആജാത്തേ ഹേ, ബുന്ദൂക്കും ഒപ്പുണ്ട്. അതോടുകൂടെ എന്ത് ചെയ്തു, അതുകൊണ്ടാണല്ലോ വരുന്നേ, രണ്ടും കൂടി ജമീനിലാണ് വീണോ, ഭൂമിയിലാണ് വീണോ. ഓർ ഉൻകെ ഏക്ക് ടാങ്ക് ബേക്കാർ ഹോ ജാത്തിയേ, അയാളുടെ ഒരു കാലെന്ത് ചെയ്തോ, ഒരു ഉപകാരമില്ലാത്ത കാലായി മാറുന്നു. കാരണം കാലിന് എന്തെങ്കിലും ക്ഷതം വെച്ചിട്ടുണ്ടാവും, ക്ഷതം ഏൽപ്പിച്ചിട്ടുണ്ടാവും, മനസ്സിലായോ, എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടാവും, മനസ്സിലായോ, വീണതല്ലേ. ഇനി നിങ്ങൾ നോക്കോ, ഇപ്പൊ ഒരുപാട് ആളുകൾ കളിപ്പാട്ടങ്ങളുടെ അവസ്ഥകൾ പറഞ്ഞല്ലേ, കുറേ നേരമായിട്ട് നമ്മൾ ദിമ്മ തന്നെയാണ് അല്ലേ, വലിയ പാടായതുകൊണ്ട്. അപ്പോൾ മിയാ ഹാമിദിന്റെ കഥ ഇഞ്ഞു കേൾക്കി. എല്ലാവരും പൊട്ടി തകർന്നപ്പോൾ ഇവിടെ ഉഷാറായി നിൽക്കണ ആരുതാണ്, ആരുതാണ്, ഹാമിദിന്റെ അല്ലേ. നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണ്ടപ്പോ, ഹാമിദിന്റെ അല്ലേടാ അല്ലേ, അങ്ങനെ പറയും. അപ്പോൾ ഹാമിദിന്റെ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്ക്. അമീന വന്നിട്ടുണ്ടല്ലോ, ഉസ്കി ആവാസ് സുനത്തെ ദൗഡി, ഹാമിദിന്റെ ശബ്ദം കേട്ടപ്പോൾ അമീന മണ്ടി. സംഭവത്തിൽ വല്യമ്മയാണ്, എന്നാലും എന്താ ചെയ്തോ, ഉസൈൻ ബോൾട്ടിനെ പോലെയൊക്കെ മണ്ടാൻ നോക്കി. ഏയ് ഓർ ഉസേ ഖോദ് ഉടാക്കർ പ്യാർ കർണയിലേക്ക് മടിയിലൊക്കെ ഇരുത്തിയിട്ട്, മടിത്തട്ട് തന്നെ ഖോദ് കാരണം മടിത്തട്ടി, മടിത്തട്ടിൽ ഇരുത്തിയിട്ട് ഉടാക്കർ പ്യാർ കർണയിലേക്ക്, ഓ എൻ്റെ മുത്തുമണിയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ എന്ത് ചെയ്തു, പ്യാർ കർണയിലേക്ക്. ദഫതൻ യാദൃശ്ചികമായി, ദഫതനാണ് യാദൃശ്ചികമായി, ഉസ്കെ ഹാത്ത് മേ ചമട്ട ദേക്കർ വോ ചൗങ്ക് പടി, ഇയാളുടെ കയ്യിൽ ഈ ചമട്ട കണ്ടപ്പോൾ, നിങ്ങൾ കണ്ടോ, ഇതിൽ കണ്ടോ ചമട്ട കണ്ട നിങ്ങളെ ഇറക്കുപോലെ, ഈ ചമട്ട കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി. ചൗങ്ക് പടി പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നമ്മുടെ വല്യമ്മ അമീനായി ഈ ഇറക്കുപോലെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പഠിച്ചോനെ ഏ ദസ്ത് പന കഹാ മില ബേട്ട, കുട്ടിയത് എവിടുന്ന കിട്ടിയത്, എവിടുന്നത് കിട്ടിയത്, എങ്ങനെ ഒപ്പിച്ചത്, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞാൻ ഞെട്ടിപ്പോയിട്ടോ പെട്ടെന്ന് കണ്ടപ്പോൾ. കാരണം ഞാൻ പ്രതീക്ഷിച്ചല്ലത്, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഏത് ദസ്തുകന കഹാമില മൈന മൂല്യ, ഞാൻ വിലക്ക് വാങ്ങിയതാണെന്ന് പറഞ്ഞു. ആര്, ഹാമിദ്. വിലക്ക് വാങ്ങി. മൈന മൂല്യേ കിത്തിന പൈസമേ, എത്ര പൈസക്കാ നീ വാങ്ങിയതെന്ന് വല്യമ്മ ചോദിച്ചോ. അപ്പൊ പറഞ്ഞു 3 പൈസമേ, 3 പൈസക്ക് വാങ്ങിയതാണ്. പ്രയാസപ്പെട്ടിട്ട് ഒരുപാട് പരിഹാസങ്ങളും കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും ഒക്കെ സഹിച്ചിട്ട് പിന്നെ വാങ്ങിയതാ. എല്ലാ ആളുകളും കളിപ്പാട്ട് വാങ്ങിയപ്പോൾ ഞാൻ എന്താണ്, ഈ ലോഹത്തിനാനുള്ള ഈ ചമട്ടയാണ് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയത്. അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും, ഇതിപ്പോൾ ഷോർട്ടാക്കിയല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലേ. പിന്നീട് എന്താണ് ഉണ്ടാവുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിൻ്റെ ഷോർട്ട് നിങ്ങൾ എഴുതണം, ഓക്കെ, മലയാളത്തിൽ എഴുതണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലാസ്സിന് നിങ്ങളെ പറ്റുമെങ്കിൽ എല്ലാവരും പരമാവധി നമ്മൾ തൃപ്തിപ്പെടുത്താൻ നോക്കുക. കമൻസുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഇടുക. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും എൻ്റെ ഊർജ്ജമാണ്, മൈ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അസ്സലാമു അലൈക്കും.